ഹലോ മുത്തോണികളെ, ഇന്നത്തെ കഥ ഞങ്ങൾ ഇന്നലെ പുന്നപ്പാല നമ്മുടെ അയ്യപ്പൻ വിളക്ക് കാണാൻ വേണ്ടി പോയതിൻ്റെ ദൃശ്യത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിന് പോണതിന് മുന്നേ സ്റ്റൈലായിട്ട് നിൽക്കുന്ന എൻ്റെ മൂത്ത മകളും എൻ്റെ രണ്ടാമത്തെ മകൾ ചാരും പാറും കേട്ടോ. 2 കണ്ണട വാങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. കഴിഞ്ഞ വണ്ടൂർ ഫെസ്റ്റിന് പോയപ്പോൾ കണ്ണട വേണോ പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ എൻ്റെ ശ്രീകോട്ട വാങ്ങിക്കൊടുത്ത കണ്ണടയാണ് കേട്ടോ. അപ്പോൾ ഇതല്ലാണ്ട് ഊണുമില്ല ഉറക്കമില്ലാണ്ട് പോലെ ഉറക്കത്തിൽ നീച്ച രാവിലെ ആയ എവിടെ അമ്മ കണ്ണട വയ്ക്കുന്ന 2 എണ്ണമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മക്കൾ രണ്ടാളും കണ്ണടയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് പോരുമ്പോൾ കണ്ണട കയ്യിൽ വേണം കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണല്ലോ ഒരു പോരുക. അങ്ങനെ ചാരുവിന് ഏതെങ്കിലും പോന്നപ്പോൾ കണ്ണട ഉണ്ടായില്ല, പാറുവിന് കണ്ണട ഉണ്ടായിരുന്നു, ഒരു പീടികയിൽ വെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോണ കാഴ്ച അങ്ങോട്ട് പറയാം, ബാക്കി വിശേഷങ്ങൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ 3-ാം കൺമണി ദേവൂട്ടൻ കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷ വന്നു, ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറുകയാണ്. പോട്ടെ വണ്ടി കീക്കി പുന്നപ്പാലേക്ക്. അപ്പോൾ അങ്ങനെ മക്കളും ഞാനും അമ്മയും 3 മക്കളായിട്ട് ഞങ്ങളങ്ങോട്ട് പോകുമായിട്ടുണ്ടാവും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇന്ന് നമ്മുടെ ഫോളോവേഴ്സിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ചെറുകോടുള്ള ഡയമണ്ട് ഫെൻസിൽ നിന്നാണ് കേട്ടോ. ഇതാണ് എൻ്റെ നാട് ചെറുകോട്, അതിസുന്ദരമായ നാട്, അടിപൊളി മനുഷ്യന്മാരുള്ള സ്ഥലം കേട്ടോ. ചെറുകോട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ അറിയിച്ചോളി കേട്ടോ. ഇതാണ് പുന്നപ്പാലയിലെ നമ്മുടെ അയ്യപ്പൻ വിളക്കിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഐതിഹ്യം, ചരിത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെടിപൊട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിച്ചാടലുണ്ട്. പെട്ടെന്ന് നമ്മൾ കുളിർക്കാതെ ഒരു വെടിപൊട്ടിൽ നമ്മൾ ഞെട്ടിച്ചാടുമല്ലോ, അത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ചെണ്ട കൊട്ടുന്നതുണ്ട്. അയ്യപ്പൻ വിളക്ക് പാർട്ടി രാവുണ്ണി നായർ ആശാൻ്റെ ശിഷ്യന്മാരാണ് കേട്ടോ. അടിപൊളി പരിപാടിയായി എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേങ്കിൽ ഒരുപാട് കോമരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അയ്യപ്പന്മാരാണെന്നൊക്കെ പറയാം ഇതിന് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചരിത്രം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിശദമായിട്ടൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ കണിക്കൊന്ന പൂവ് എന്ത് മനോഹരമാണല്ലേ. എന്നാലും പേര് കൊന്ന പൂവേന്ന്. ആരെയും കൊന്നിട്ടില്ല, എന്നാലും കൊന്നപ്പൂവാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ചരിത്രം ഉണ്ടായിരിക്കും. ഏതെങ്കിലും മനോഹരമായൊരു നാട്ടിൽ ഈ ഒരു പരിപാടി കാണാൻ ഒരുപാട് ആളുകൾ, ചുറ്റുമുള്ള പല ദേശത്തുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കിതൊക്കെ ഒരു ഹരമാണല്ലോ അല്ലേ, അലുവ, ജിലേബി അങ്ങനെയൊക്കെ. അങ്ങനെ അയ്യപ്പന്മാർ കോമരങ്ങളായ അവരൊക്കെ കുളിച്ച് റെഡിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ 3 മക്കളെ കൊണ്ട് അമ്മ വാണിയമ്പലത്തേക്ക് പോവുക, ഫെസ്റ്റിന് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം ദേശോത്സവമായ നമ്മുടെ ഈ പുന്നപ്പാലയിലെ അയ്യപ്പൻ വിളക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അമ്മയും പറഞ്ഞു, ഞാൻ കുറേ കാലമായിട്ടുണ്ട്, കുട്ടിക്കാലത്ത് കണ്ടതാണ്, നമുക്കൊന്ന് കാണാൻ പോവാന്ന് അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊന്നും പൈങ്കുളങ്ങരയിൽ നിന്നാണ് പോരാറ്, ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് ദൃശ്യഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുതേ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. കോമരങ്ങളൊക്കെ ഇത്തവണ എനിക്ക് ഒരു ഉത്സവവും പൂരവും ഒന്നും കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങാടിപ്പുറത്തേക്ക് 11-ാം പൂരത്തിന് ഇന്നലെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. പക്ഷേങ്കിൽ ഇവിടെ പുന്നപ്പാല വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് എഴുന്നള്ളി പാലക്കൊമ്പിൻ്റെ അടുത്ത് അവിടെ പുളക്കിൽ പാലക്കൊമ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ അവിടെ നിന്ന് എല്ലാവരും എഴുന്നള്ളിയിട്ട് പോകുക അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടും ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അധികം വീഡിയോ എനിക്ക് അവിടെ നിന്നുള്ളത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത ദൃശ്യഭാഗങ്ങളൊക്കെ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പുളക്കലിക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പുളക്കലിക്കലാണ് പാലക്കൊമ്പ് വെട്ടാനൊക്കെ ഉള്ളത് കേട്ടോ. അവിടെ ഇതുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് പറയാനറിയില്ല. അറിയുന്നവർ കമൻറ്റൊക്കെ ചെയ്ത് സെറ്റാക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മുത്തുമണികൾ നമുക്ക് ചുറ്റുപാടുള്ളതുകൊണ്ട് തന്നെ അവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട്, സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്. സ്നേഹപൂർവ്വം നിങ്ങൾ സ്വന്തം തമ്പുരാൻ.